ഹലോ ഗായ്സ്. അപ്പോൾ എന്താ പറയേണ്ടത് എനിക്കറിയില്ല. അങ്ങനെയല്ല, എങ്ങനെ തുടങ്ങണം എനിക്കറിയില്ല. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ കാണുന്ന ദുനിയാവിൽ മനുഷ്യന്മാർ പല ഐറ്റംസാണ്. അതായത് ഒരു വിഭാഗം എങ്ങനെയെങ്കിലും നയിച്ച് തിന്നാൽ മതി, നമുക്ക് ഉള്ളത് കൊണ്ട് ജീവിക്കുക, അങ്ങനെ ഒരാളെ പറ്റിച്ചിട്ടും ഒരു ഉറുപ്പ്യ പോലും നമുക്ക് വേണ്ടാന്ന് വിചാരിക്കുന്ന ഒരു ടീമുണ്ട്. അതേപോലെ തന്നെ എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കാന്ന് വിചാരിക്കുന്ന വേറൊരു വിഭാഗം ആൾക്കാരുണ്ട് കേട്ടോ. ഞാനിപ്പോൾ പറയാൻ പോണത് രണ്ടാമത്തെ ആൾക്കാരെ കുറിച്ചിട്ടാണ്. അതായത് എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കാമെന്ന് മാത്രം വിചാരിച്ചിട്ട് ആൾക്കാരെ പറ്റിച്ചിട്ടോ എങ്ങനെയാണെന്നുണ്ട് വേണ്ടില്ല പൈസ ഉണ്ടാക്കാമെന്ന് മാത്രം തിങ്ക് ചെയ്യണ കുറച്ച് വിഭാഗം ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ ഒരു വിഭാഗം ആൾക്കാരുടെ ഇടയിൽ പെട്ടിട്ട് കുടുങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ജനുവരി ഒരു 31-നാണ് കറക്റ്റ്. ഞാനിവിടെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാം, പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം. പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാം ത്രൂ ആണ് ഞാൻ ഇവരെ ബന്ധപ്പെടുന്നത്. നമ്മൾ നോർമലി ഞാനൊക്കെ ഓൺലൈനായിട്ട് പർച്ചേസ് നടത്തുന്ന കുറേ അതായത് ആപ്പ് വഴിയാണെന്നുണ്ടെങ്കിലും ഓൺലൈൻ ഇൻസ്റ്റഗ്രാം പേജ് ആണെന്നുണ്ടെങ്കിലും വാട്സപ്പിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ഓൺലൈനായിട്ട് പർച്ചേസിങ് നടത്തുന്ന ഒരാളാണ്. അതിപ്പോൾ കുറേ ആയിട്ട് ഇന്നേ വരെ എനിക്ക് ഇങ്ങനത്തെ ഒരു പണി കിട്ടിയിട്ടില്ല. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാക്കറിയാം. ഇപ്പം ഇത് ഞാൻ പറയുമ്പോൾ ഇങ്ങനത്തെ പണി കിട്ടിയെന്ന് പറയുമ്പോൾ കുറച്ച് വിഭാഗം ആൾക്കാരുണ്ടാവും, അങ്ങനെ വേണമെന്ന് ചിന്തിക്കണേ. ഒരു ചിന്തിച്ചോട്ടെ, അങ്ങനെ എന്ത് കാട്ടാനാ, പണി കിട്ടി കഴിഞ്ഞില്ലേ. അപ്പം ഇനി എന്താ സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് തോന്നുന്ന ഒരു ജനുവരി 30 ഓർ 31 അവർക്ക് മെസ്സേജ് അയക്കണമെന്നാവും. ഞാൻ ഇങ്ങനെ മെസ്സേജ് അയച്ച് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു അക്കൗണ്ട് കണ്ട് ആ അക്കൗണ്ട് ഞാനിവിടെ സ്ക്രീൻഷോട്ട് ഓക്കെ. അപ്പോൾ ഞാൻ ആ അക്കൗണ്ടിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ എവിടെയെങ്കിലും കൊടുക്കട്ടോ. അപ്പോൾ ആ അക്കൗണ്ടിൽ നോർമലായിട്ട് നമ്മളൊരു അക്കൗണ്ട് കണ്ട് ഇത് സാധനങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇവർക്ക് മെസ്സേജ് അയക്കും, ഇൻബോക്സിൽ മെസ്സേജ് അയക്കും. അതിന് റിപ്ലൈ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ വാട്സപ്പ് വഴിയേക്കരം ഇൻസ്റ്റഗ്രാമിൽ ഓരോ പോസ്റ്റും കാര്യങ്ങളും ഉണ്ടാവും, വാട്സപ്പ് വഴിയേക്കരം ഓരോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ കുറേ ആൾക്കാർക്ക് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. ഇൻസ്റ്റയിൽ അക്കൗണ്ട് കണ്ടിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ വാട്സപ്പ് നമ്പർ ഉണ്ടായിരുന്നു, സോ അതിക്ക് മെസ്സേജ് അയച്ചിട്ട് കാര്യം പറഞ്ഞ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഷൂ ഇഷ്ടപ്പെട്ടിനി ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം. ഫസ്റ്റ് ഞാൻ കണ്ട ഷൂവും അതിൻ്റെ പിക്കും കാര്യങ്ങളും ഓൾറെഡി ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ കൊടുക്കാം. അങ്ങനെ നോർമലി നമ്മൾ എങ്ങനെയാണോ അത് സാധനം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യുന്നത്, റേറ്റും കാര്യങ്ങളും ചോദിച്ച്, സൈസ് അവൈലബിൾ ആണ് ചോദിച്ച്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ അന്വേഷിച്ച് ഇതാക്കി. അപ്പോൾ 2 ഷൂ എനിക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു. രണ്ടും ഞാൻ എൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഇത് അവൈലബിൾ ആണോ ചോദിച്ചു. അപ്പോൾ അവൈലബിൾ ആണ്, സൈസ് അവൈലബിൾ ആണ് ഒക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ 2 ഷൂവിന് ഒരു 3200 സംതിങ് അങ്ങാണ്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ച് ഞാൻ 2 ഷൂ എടുക്കണില്ലേ, ആൾസോ ഒരു മലയാളിയായിട്ട് നമ്മൾ ചോദിക്കും റേറ്റ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തരുമോ ചോദിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ച് നിങ്ങൾ റേറ്റ് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരുമോ ചോദിച്ചു. അപ്പോൾ ആ ടൈമിൽ ഇവർ പറഞ്ഞ് 2 പ്ലസ് ചെയ്തിട്ട് അതിന് സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കുക, 2 ആഡ് ചെയ്തിട്ട് ഇവർ പറഞ്ഞ് ഓക്കെ 3000 തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 3000 ഓക്കെ 3000 അങ്ങനെ പറഞ്ഞേക്ക് ഞാൻ പിന്നെ കുറച്ച് തിരക്കില്ലേനു. ആ തിരക്കില്ല ടൈമിൽ ഇവർ എനിക്ക് കോൾ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് ബിസിയാണ്, നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ നമ്പർ ഞാൻ കൊടുത്ത് ഇതിക്കൊന്ന് മെസ്സേജ് അയക്കും, ഒരു ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഓക്കെ ഒരു സംസാരിച്ച് സൈസ് അവൈലബിൾ ആണോ എന്നാ കിട്ടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞ് എനിക്ക് ഒറ്റയടിക്ക് ഈ ഒരു 3200 സംതിങ് ഉള്ളത് 3000 ഒറ്റയടിക്ക് കുറച്ച് വന്നപ്പോൾ എനിക്കൊരു ഇതുണ്ടായിനി. അതായത് സാധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്യലെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയൊരു എമൗണ്ട് 100 200 50 അങ്ങോട്ട് കുറച്ച് തരും. എന്നിട്ട് പിന്നെ നമ്മൾ പിന്നെയും ചോദിച്ചാൽ ആക്കാരം കുറച്ചും കൂടി ഡിസ്കൗണ്ടൊക്കെ ചെയ്ത് തരിക. അപ്പോൾ അതങ്ങനെ തന്നെയാണല്ലോ, നമ്മൾ പിന്നെയും ചോദിക്കുമ്പോൾ ആക്കാരം കുറച്ചൊന്നും ഇതാക്കി തരിക. ബട്ട് ഇത് ഞാൻ പറഞ്ഞേക്ക് തന്നെ ഇവർ 200 സംതിങ് അങ്ങാണ്ട് കുറച്ച് തന്നു. അപ്പോൾ എനിക്ക് ഒരു ഇതുണ്ടായിന്, നമുക്കൊരു ഡൗട്ട് സ്വാഭാവികമായിട്ടും വരുമല്ലോ. ഞാൻ വിചാരിച്ചു പിന്നെ കുഴപ്പമില്ല അൽഹംദുലില്ലാ 200 സംതിങ് ഒരു പെറ്റടിക്ക് കുറച്ച് കിട്ടിയാലോ വിചാരിച്ച്. അങ്ങനെ ഞാൻ കുറച്ച് ബിസി ആയ ടൈമിലാണ് ഈ പ്രൈസൊക്കെ പറഞ്ഞൊന്ന് ഫിക്സ് ആക്കണത്. അപ്പോൾ ഞാൻ നേരെ ഹസ്ബൻഡിനോട് മെസ്സേജ് അയച്ച്, ഹസ്ബൻഡാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ഓക്കെ പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നാൽ കിട്ടുക 6-7 ദിവസത്തിനുള്ളിൽ സാധനം കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ എന്നോട് പറഞ്ഞു ഈ പേയ്മെൻറ്റ് ചെയ്ത് കൊടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഹാഫ് പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് സാധനം കിട്ടിയിട്ട് എനിക്ക് ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഫസ്റ്റ് വന്ന് ഒറ്റയടിക്ക് ഇത്ര പൈസ കുറച്ച് വന്നപ്പോൾ ഒരു ട്രസ്റ്റിൻ്റെ ഒരു സംഭവം വന്ന്
പിന്നെ വിചാരിച്ചേ കുഴപ്പമുണ്ടാവില്ല, ഞാൻ അവരോട് ചോദിക്കണമുണ്ട്. പിന്നെ ആരും പറയുക നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ ട്രസ്റ്റ് ചെയ്യാന്നല്ലേ പറയുള്ളൂ, അതിൻ്റെ ഒരു മണ്ടത്തരാണ്. അപ്പം അങ്ങനെ ഇവരോട് ഇവർ എനിക്ക് വിളിച്ചിട്ട് അതൊക്കെ അതേ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ അല്ലേ. അങ്ങനെ നേരെ പേയ്മെൻറ്റിന് വേണ്ടി ഞാൻ ഹാഫ് പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഹാഫ് പേയ്മെൻറ്റ് 1500 ഇട്ട് കൊടുത്ത് ഓല് നേരെ സ്കാനറാണ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇവിടെ ആയിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഇട്ടെന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് ബാക്കി നിങ്ങൾ എന്നാണോ സാധനം ഇതാക്കണത്, പിന്നെ ട്രാക്കിങ്ങും കാര്യങ്ങൾ നമുക്ക് നമ്മളെ പ്രൊഡക്റ്റ് വരുന്നത് ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ നിങ്ങൾ അയച്ചു തന്നതിന് ശേഷം ഞാൻ എന്താക്കാം നിങ്ങൾക്ക് ബാക്കിയുള്ള റിമൈനിങ് പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓല് പറഞ്ഞ് ട്രാക്കിംഗ് ഇഷ്യൂ ആവും, അതായത് നമുക്ക് എന്താ പറയുക സ്റ്റക്ക് ആവുന്നോ ബ്ലോക്ക് ആവുന്നോ, അപ്പോൾ ഫുൾ പേയ്മെൻറ്റ് ചെയ്യാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ട്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളെ വിശ്വസിപ്പിച്ച് അങ്ങനെ ഞാൻ ഫുൾ പേയ്മെൻറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ ഞാൻ വേർത്തൊലിക്കുന്നുണ്ട് ഗൈസ്, ഭയങ്കര ചൂടാണ്. അങ്ങനെ ഞാൻ ഫുൾ പേയ്മെൻറ്റ് ചെയ്ത് കൊടുത്ത്. ഫുൾ പേയ്മെൻറ്റ് ചെയ്തെടുക്കുക ഓല് പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിച്ച്. അപ്പോൾ അങ്ങനെ ഫുൾ പേയ്മെൻറ്റ് ചെയ്തെടുത്തിട്ട് പിന്നെ ഞാൻ മെസ്സേജ് അയച്ചിട്ട് ഇവർ എൻ്റെ മെസ്സേജിന് റിപ്ലൈ തരുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടല്ലോ അടച്ചോനെന്നില്ല മൈൻഡിലായി. അപ്പം ഞാൻ ഇതിൻ്റെ ഇതൊക്കെ ഞാൻ കാണിച്ചാട്ടാ, ഇവർ ഓക്കെ പറഞ്ഞ് പിന്നെ ഇവർ റിപ്ലൈ തരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ച് ഞാൻ ഹസ്ബൻഡിൻ്റെ നമ്പർ കൊടുത്തല്ലോ, അപ്പോൾ ഓരോട് ചാറ്റാക്കുമെന്ന് വിചാരിച്ച് ഞാൻ അവരോട് കാര്യം പറഞ്ഞു. ഇവർ എനിക്ക് റിപ്ലൈ തരുന്നില്ല, നിങ്ങൾ മെസ്സേജ് അയക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാ പ്രോഡക്റ്റ് കിട്ടുക എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു 6 ദിവസത്തിനുള്ളിൽ കിട്ടുന്ന, എനിക്ക് മെസ്സേജ് അയക്കാതെ എൻ്റെ ഹസ്ബൻഡിന് മെസ്സേജ് അയച്ച് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ. അപ്പോൾ ഓക്കെ ഓല് പറഞ്ഞു ഓക്കെ മാക്സിമം 6 ദിവസമല്ലേ കിട്ടുക എന്നൊക്കെ പറഞ്ഞ് ഓക്കെ പറഞ്ഞ്. പിന്നെ ഇത് 6 ദിവസം കഴിഞ്ഞിട്ട് സാധനം കിട്ടണില്ല. അപ്പോൾ അങ്ങനെ കിട്ടാതിരുന്നപ്പോൾ 5 ദിവസം 4 ഇപ്പോൾ മാക്സിമം ഒരു 6 ദിവസത്തിനുള്ളിൽ കിട്ടുന്നതാണ്. പിന്നെ അങ്ങനെ കിട്ടിയില്ല. അപ്പോൾ പറഞ്ഞ് നിങ്ങൾ മറ്റൊരു നല്ല എൻ്റെ ഹസ്ബൻഡ് നല്ല റൂഡായിട്ട് സംസാരിച്ച് ഞങ്ങൾ പ്രൊഡക്റ്റ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ പേരിൽ കേസൊക്കെ കൊടുക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഇവർ ആ മെസ്സേജ് എടുക്കണില്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായത് കയ്യിൽ നിന്ന് പോയിക്കണമെന്ന്. പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഇവരെ സ്വഭാവം മാറി, പേയ്മെൻറ്റ് നമ്മൾ ഇട്ടെടുത്തേക്ക് ഇവരെ സ്വഭാവം മാറി. അപ്പോഴേ മനസ്സിലായി കയ്യിൽ നിന്ന് പോയിന്ന്. പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു ഫെബ്രുവരി 6-ാം തീയതി ഒരു വൈകുന്നേരമൊക്കെ ആയ ടൈമിൽ എനിക്ക് കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ച് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ വീട്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു അൽഹംദുലില്ലാ സാധനം ഉണ്ട് കേട്ടോ, നമ്മൾ വെറുതെ പോലെ സംശയിച്ച് ഓരോട് വെറുതെ ചൂടാവൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അന്ന് നല്ല തിരക്കില്ലേനി, എന്തോ ഒന്ന് പരിപാടി എന്തോ കാര്യം ഉണ്ടായിനി. അപ്പം അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് രാത്രി ഒരു 10 മണിയൊക്കെ ആയ ടൈമിൽ ഞാൻ ഈ പ്രൊഡക്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയ ടൈമിലാണ് നമ്മൾ പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂഞ്ചിടാ എന്നുള്ള കാര്യം മനസ്സിലാവണത്. അങ്ങനെ എന്താ വന്നത്, നമ്മളെ എയർഫോഴ്സിൻ്റെ നൈക്കിൻ്റെ എയർഫോഴ്സിൻ്റെ ഷൂ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ലോക്കൽ പറ്റ ലോക്കൽ അതിൻ്റെ ഞാൻ ഇവിടെ ഫോട്ടോ എവിടെയൊക്കെയായിട്ട് കൊടുക്കാം. ആ ഒരു മുതലാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്, അതും സൈസ് ഞാൻ ഓക്കെ. അപ്പം നമ്മളെന്ത് വിചാരിച്ച് ക്ലിയർ ഇല്ലല്ലേ. അപ്പോൾ നമ്മൾ വിചാരിച്ച് പിന്നെ പെട്ടെന്ന് മനസ്സിലായി. പിന്നെ ഇവർക്ക് മെസ്സേജ് അയച്ചിട്ട് വേറെ നമ്പറിൽ നിന്ന് മെസ്സേജ് അയച്ച് കുറേ നമ്പറിൽ നിന്ന് മെസ്സേജ് അയച്ച് നമുക്ക് റീഫണ്ട് ചെയ്താൽ മതി പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അയച്ചാരെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ അയച്ചിട്ട് ഒരു റിപ്ലൈയും ഇല്ല, ഒരു കാര്യവും ഇല്ല, ഒരു റെസ്പോൺസ് വരെ ഭാഗത്തുനിന്നില്ല. അത് കേട്ട് ഞാൻ എന്താ ചെയ്യാന്ന് ആലോചിച്ച് പിന്നെ എന്താ ചെയ്യാന്നറിയില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പണിയിൽ പെടുന്നത്, പിന്നെ എന്താക്കുന്നില്ല ഒരു ഐഡിയ ഇല്ല. ഞാൻ ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വളർന്ന് വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് 1 രൂപേൻ്റെ വില എന്താണെന്ന് നല്ലപോലെ അറിയാം. നല്ലപോലെ എന്ന് പറഞ്ഞാൽ നല്ലപോലെ അറിയാം. അത്രക്കും പൈസൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് അത്രയും അതിൻ്റെ ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ ഇത്രയും പൈസൻ്റെ മുതൽ നമുക്ക് പോയി കിട്ടുമ്പോൾ മനസ്സിൽ എത്രത്തോളം സങ്കടം ഉണ്ടാവും. അത്ര സങ്കടം വെച്ചിട്ട് ഞാൻ അങ്ങനെ നടന്നത് എന്താ ചെയ്യാന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ പിന്നെ വിചാരിച്ച് കൺസ്യൂമർ കോർട്ടിൽ പോയിട്ട് കേസായിട്ട് പോവാമെന്ന് വിചാരിച്ച്. ഇവരെ ഇമെയിൽ ID ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, ഇൻസ്റ്റ ഉണ്ട്, എല്ലാ സംഭവം ഉണ്ട്. ഞാൻ പിന്നെ എന്തോ ഒരു ഇതിൽ ഇവരോട് നമ്മൾ ഓർഡർ ആക്കുന്ന ടൈമിൽ നിങ്ങളെ ലൊക്കേഷൻ എവിടെ ചോദിച്ചിന്. അതുകൊണ്ട് ഇവരുടെ ലൊക്കേഷൻ കറക്റ്റ് പ്ലേസ് മാത്രം പറഞ്ഞത്, നമുക്ക് അഡ്രസ്സ് പറഞ്ഞു തരില്ലല്ലോ അല്ലേ. അത് മാത്രം എൻ്റെ കയ്യിലില്ല. അത് വെച്ചിട്ട് ഞാൻ പോയി നമ്മളെ കയ്യിൽ ഒരു അഡ്രസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, കേസ് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒന്നാമത് കേരളത്തിൻ്റെ പുറത്താണ്, നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല. അഡ്രസ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെ കേസിന് ഒരു വാല്യൂ ഇല്ല. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇൻസ്റ്റാ ത്രൂവോ എങ്ങനെ വാട്സപ്പാണോ എങ്ങനെയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ FB ആണോ ഏത് സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള പേജിൽ നിന്ന് മാത്രം പർച്ചേസ് ചെയ്യുക. ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടണമെന്നോ ഒന്നും വിചാരിച്ചതല്ല, ഇങ്ങനൊരു വീഡിയോ പോസ്റ്റ് ആക്കണമെന്നോ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്നോ ഒന്നും വിചാരിച്ചില്ല. പക്ഷേ എനിക്കോ പോയി, എൻ്റെ പൈസ 3000 റുപ്യ പോയി.
അത് പോയി ആയിക്കോട്ടെ, ഇന്നെപ്പോലെ ഇനി ഒരാൾ അങ്ങനെ. അപ്പോൾ നിങ്ങൾ ഏത് ഇൻസ്റ്റഗ്രാം ആണെന്നുണ്ടെങ്കിലും വാട്സപ്പ് ത്രൂ ആണെന്നുണ്ടെങ്കിലും എങ്ങനെ നിങ്ങൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നല്ലോണം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള പേജിൽ നിന്ന് മാത്രം പർച്ചേസ് ചെയ്യുക. ഞാനോ പെട്ട്, എനിക്കറിയാം ഒരു ഉറുപ്പ്യൻ്റെ വില അറിയാം. അത്രയും നമ്മൾ ജീവിതം കൊണ്ട് പഠിച്ചിരിക്കണം. ഒരു 50 പൈസൻ്റെ വില വരെ പഠിച്ചിരിക്കണം, ജീവിതം കൊണ്ട് പഠിച്ചിരിക്കണം. അപ്പോൾ എനിക്ക് 3000 പോവാന്ന് പറയുമ്പോൾ മനസ്സിക്ക് അത്ര വിഷമം ഉണ്ടാക്കുന്ന കാര്യം. സാധാരണക്കാർക്ക് മനസ്സിലാവും ഒരു ഉറുപ്പ്യൻ്റെ വില കൂടെ. എൻ്റെ ഒരു ഉറുപ്പ്യാണ് 3000 ഉറുപ്പ്യ പോയി. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ഒരിക്കലും പോസ്റ്റ് ആക്കണമെന്നോ ഞാൻ ഇങ്ങനെ ഒരു കണ്ടൻറ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഇത് ചെയ്യണത്. ഞാൻ കഷ്ടപ്പെട്ട് പൈസ പോയി. ഇന്നെപ്പോലെ തന്നെ ഇനി ഒരാളും ഇങ്ങനെ പോയിട്ട് പെടരുത്. ഞാൻ ഈ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ മെൻഷൻ ആക്കുക. ആ അക്കൗണ്ടിൽ ഒരിക്കലും നിങ്ങൾ പോയിട്ട് നിങ്ങൾ പൈസ കൊണ്ടുപോയിട്ട് ഇടരുത്. അതായത് ഒരു സാധനം പോയിട്ട് പർച്ചേസ് ചെയ്യരുത്. പിന്നെ ഞാനോ പെട്ട്, നിങ്ങളും ആരും ഒരിക്കലും പെടാതെ ഇരിക്കുക. പിന്നെ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ ഒരു പേജിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അവരായിട്ട് ട്രസ്റ്റ് ഇഷ്യൂ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടാണെങ്കിലും അഡ്രസ്സ് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാൻ നോക്കുക. അതായത് അഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് കേസുമായിട്ടെങ്കിലും മൂവ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഗൈസ്, എല്ലാവരും ശ്രദ്ധിച്ചിട്ട് പർച്ചേസ് ചെയ്യുക. ഞാനും ഇൻസ്റ്റഗ്രാമിൽ നിന്നോ ആദ്യമായിട്ടൊന്നുമല്ല പർച്ചേസ് ചെയ്യുന്നത്. ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കുറേ അക്കൗണ്ടിൽ നിന്ന് ഞാൻ നെയിൽ കോണായിട്ടും ഡ്രസ്സസ്സായിട്ടും കുറേ പർച്ചേസ് ചെയ്ത ഒരാളാണ്. ബട്ട് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. അത്രയ്ക്ക് പറയാനുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പൈസ ഇതാവും. എൻ്റെ ശ്രദ്ധക്കമ്മി കൊണ്ടും പറ്റിക്കാൻ കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ട് എൻ്റെ പൈസ പോയി കിട്ടി. അപ്പോൾ ഇത്രത്തിനുള്ളൂ ഗൈസ്.